ഏവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എൻ്റെ കലാജീവിതത്തിൽ ഞാൻ ആദ്യമായി എഴുതിയ കുമ്മിയാണ്. അമ്മയ്ക്ക് പൊന്മകൻ ഉണ്ണിക്കണ്ണൻ, ഒരു താരാട്ട് രൂപത്തിൽ നീലാംബരി രാഗത്തിൽ തന്നെ ചിട്ടപ്പെടുത്തിയ ഒരു കുമ്മിയാണ്. അതായത് 1981 എൻ്റെ ഓർമ്മ, എത്രയോ വർഷങ്ങൾക്ക് പിന്നിൽ. അങ്ങനെ അന്നത്തെ സാഹിത്യവും അന്നത്തെ സംഗീതവുമൊക്കെ ഈ പറയുന്ന പോലെ 40 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച കുമ്മിയാണ്. ഇപ്പോൾ ഞാൻ അധികം വേദികളിൽ അത് പാടാറില്ല. അന്ന് പാടിയതേ ഉള്ളൂ. മറ്റു പലരും എടുത്ത് പാടാറുണ്ട്. അപ്പോൾ അത് എൻ്റെ പുതിയ പ്രേക്ഷകർക്ക് അപരിചിതമായ ഒന്നാണെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ആ കുമ്മി ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അമ്മയ്ക്ക് പൊന്മകനുണ്ണിക്കണ്ണൻ, അമ്പാടി തന്നുണ്ണിക്കണ്ണൻ, അമ്മിഞ്ഞപ്പാലുണ്ണാൻ വായോ ഉണ്ണി, അമ്മ തൻ ചാരത്ത് വായോ, താനിത്തനം തനം താനോ തന്നെ. പരമ്പരാഗതം എന്ന് പറയുന്ന ആ ഒരു ഭാവത്തിനപ്പുറം നമ്മുടെ കർണാടക സംഗീതം സന്നിവേശിപ്പിച്ചുകൊണ്ട് തന്നെ, അതിലെ നീലാംബരി രാഗം സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ആദ്യമായി കുത്തിയോട്ട സദസ്സിലും ഈ നാടിന് മുമ്പിലും ഞാനിങ്ങനെ ഒരു കുമ്മി സമർപ്പിച്ചത്. അതിനെനിക്ക് പ്രചോദനമായത് എൻ്റെ അഭിവന്ദ്യ പിതാവ് തന്നെയായിരുന്നു, MK വേലായുധൻ പിള്ള. ഞാൻ കുത്തിയോട്ടം ആദ്യം ചുവടാണ് അഭ്യസിച്ചത്. എൻ്റെ വീടും എൻ്റെ കുടുംബക്ഷേത്രവും ഒരു മതിലാണ്, അപ്പുറവും ഇപ്പുറവും. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ജി ശങ്കരക്കുറുപ്പാശാൻ എൻ്റെ ബന്ധുവും കൂടിയായിരുന്നു. അദ്ദേഹം ചുറ്റുകുളങ്ങരയിലെ പ്രഗത്ഭനായ ഒരു പഴയ കുത്തിയോട്ട ആശാനായിരുന്നു, പാട്ട്. അപ്പോൾ അച്ഛനും ശങ്കരക്കുറുപ്പമ്മാവനും കൂടി ഇരുന്ന് ഈ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കുക. അച്ഛൻ ഒരുപാട് സാഹിത്യ വാസനയും പ്രാഗൽഭ്യമുള്ള ആളായിരുന്നു, സംസ്കൃതത്തിൽ ഉൾപ്പെടെ. അപ്പോൾ ഈ പഴയ ആശാന്മാർ കുത്തിയോട്ടപ്പാട്ട് പാടിയിരിക്കുന്നതും പാടി വരുന്നതും ഇപ്പോഴും പലരും ധാരാളം തെറ്റുകളുണ്ട്. അവർക്കതിൻ്റെ സാഹിത്യ ഗുണമോ അല്ലെങ്കിൽ അതിൻ്റെ ഘടനയോ അർത്ഥമോ ഒന്നും അറിയണമെന്നില്ല. അങ്ങനെ ശങ്കരക്കുറുപ്പാശാൻ കുത്തിയോട്ടപ്പാട്ടുകൾ, ഓരോ കഥകൾ പാടുമ്പോൾ അതിൽ വന്നെത്തിയിരിക്കുന്ന തെറ്റുകൾ അച്ഛൻ ചൂണ്ടിക്കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടുപേരും നമുക്ക് 10 കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചാലോ എന്ന് ആലോചിച്ച് ഞാൻ ഉൾപ്പെടെ ഒരു 8 പേരന്ന് ചുവട് അഭ്യസിക്കുന്നു. അന്ന് എനിക്ക് 11 വയസ്സ്. ആ ഒരു കുത്തിയോട്ടം പരിശീലനം തുടങ്ങിയതാണ് അച്ഛന് അദ്ദേഹത്തിൻ്റെ കലാവാസനയ്ക്ക് ഒരു വലിയൊരു പ്രചോദനമായതും. അങ്ങനെയാണ് അച്ഛൻ ആദ്യമായിട്ട് മറ്റൊരു രൂപത്തിൽ, ഏകദേശം മോഹനം രൂപം വരുന്ന അന്നൊരു പൗർണമി നാൾ അമ്പാടി പെൺകുടികൾ എന്നുള്ള ആദ്യത്തെ കുമ്മി രചിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം രചിച്ചതാണ് പ്രസിദ്ധമായ മാനത്തു മല്ലിക പൂത്തു. ഇങ്ങനെയുള്ള ഇതെല്ലാം എനിക്ക് വലിയ പ്രചോദനമാവുകയും എൻ്റേതായ അദ്ദേഹത്തിൻ്റെ പൈതൃകത്തിൽ നിന്ന് തന്നെ വന്ന ആ ഒരു ശക്തി എൻ്റേതായ ഒരു കുമ്മി സമർപ്പിക്കാൻ എനിക്ക് പ്രേരകമാവുകയും അങ്ങനെയാണ് ആദ്യമായി അമ്മയ്ക്ക് പൊന്മകൻ ഉണ്ണിക്കണ്ണൻ എന്ന നീലാംബരി രാഗത്തിലുള്ള ഈ കുമ്മി. ഇപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് തോന്നാം, എന്തുകൊണ്ട് ഈ പാട്ട് പാടാറില്ല, ഇത് കേട്ടിട്ടേ ഇല്ലല്ലോ എന്ന് തോന്നാം. സത്യത്തിൽ അതിന് ഉത്തരം ലളിതമാണ്. ഞാൻ ഒരു ചെറുപ്രായത്തിൽ എൻ്റെ ആ ഒരു സമയത്ത് 81 രചിച്ച ഒരു കുമ്മിയാണ്. അതിൻ്റെ സാഹിത്യ ഗുണമോ സംഗീത ശില്പമോ ഒന്നും എത്രമാത്രം ഉണ്ടായിരുന്നു, അല്ലെ അതെങ്ങനെ ആളുകൾ സ്വീകരിക്കുമെന്ന് എനിക്ക് വലിയ നിശ്ചയമൊന്നും ഇല്ലായിരുന്നു. അറിയാവുന്ന പോലെ ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും പിന്നീട് കൂടുതൽ അനുഭവങ്ങളിലൂടെയും അറിവുകളിലൂടെയും കൂടുതൽ
സംഗീത നിബദ്ധമായ സാഹിത്യ സമ്പുഷ്ടമായ കൃതികൾ ഉത്ഭവിച്ചപ്പോൾ സ്വാഭാവികമായും പഴയ ഇത്തരം കൃതികൾ വിസ്മരിക്കപ്പെട്ടു പോവുകയാണ് ഉണ്ടായത്. പക്ഷേ അത് വിസ്മരിക്കപ്പെടേണ്ടവയല്ലായിരുന്നു എന്ന് എൻ്റെ ഇപ്പോഴത്തെ തലമുറ എൻ്റെ കൂടെ പാടുന്നവരെല്ലാം അത് കേട്ടപ്പോൾ അതെല്ലാ വർഷവും അവരാഗ്രഹിക്കാറുണ്ട് ആ പാട്ട് പാടണമെന്ന്. അത് ആസ്വദിക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞാനത് സമർപ്പിച്ചുകൊള്ളുന്നു. ഈ സാഹിത്യം ആലപിക്കുമ്പോൾ വരുന്ന തെറ്റുകൾ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അത് തുറന്ന് പറയുകയാണ്. കാരണം പ്രസിദ്ധമായ ദേവി മഹാത്മ്യം മീനത്തതിൽ കേശവപിള്ള ആശാൻ്റെ ഇന്നും 90% സമിതികളും തെറ്റായിട്ടാണ് പാടുന്നത്. ഒരു സമയം ഞാനും അങ്ങനെ തന്നെ പാടിയിരുന്നു. കാരണം അതിൻ്റെ കൃത്യമായ ടെക്സ്റ്റ് നമ്മുടെ കയ്യിലില്ലായിരുന്നു. എന്നിട്ട് തന്നെ ഞാനത് കൈനീട്ടപ്പറയിൽ പാടുവാൻ വേണ്ടിയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലായിരുന്നു എനിക്ക് ജോലി. അവിടുത്തെ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത് കൊടുത്ത് ഏകദേശം അർത്ഥം വരുന്ന രൂപത്തിൽ അവർ അത് കുറേ പദങ്ങൾ കറക്റ്റ് ചെയ്ത് തന്നു. ഇങ്ങനെയൊക്കെ എന്നെക്കൊണ്ടാവും വിധം അത് ശുദ്ധീകരിച്ചാണ് ഞാൻ പാടിയതെങ്കിൽ പോലും വീണ്ടും അതിൽ പിഴവുകൾ ധാരാളമുണ്ടായി. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ദേവി മഹാത്മ്യം കൃത്യമായ ടെക്സ്റ്റ് ഒരു പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് അതിൽ പോലും കടന്നുകൂടിയ തെറ്റുകൾ ഇപ്പം തിരിച്ചറിഞ്ഞതും ഇപ്പം ഞാനത് ശരിയായിട്ട് തന്നെയാണ് പാടുന്നത്. അപ്പം പഴയ കാലത്തെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ.